ഹായ് ഹലോ. അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് ദേ പോകുന്നത് നമ്മുടെ പുതിയ സലൂണിലേക്കുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സിൻ്റെയും അതേപോലെ തന്നെ കോസ്മെറ്റിക് ഐറ്റംസിൻ്റെ ഒക്കെ റേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കോവൈ ബ്യൂട്ടി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ആദ്യം പോയത്. കുറച്ചധികം ടൈം എടുത്തു അവിടെ നിന്ന് ഇറങ്ങാൻ. പിന്നെ 1-2 സ്ഥലത്തും കൂടെ കയറിയായിരുന്നു. ശേഷം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അങ്ങനെ നമ്മളൊരു ചായ കുടിച്ചാലോ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബേക്കറിയിൽ കയറി. ഞാൻ ഒരു കോൾ കോഫിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ഫിൽറ്റർ കോഫിയും അതേപോലെ തന്നെ ടീ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്സും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ഞാനിങ്ങനെ ബിൽഡപ്പ് ഇടുന്നല്ലേ. ഈ നഗരപ്രദേശത്തു നിന്ന് നമ്മൾ പതിയെ 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 ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി തുടങ്ങിയില്ലേ ഏതാ സ്ഥലമെന്ന്? അത് തന്നെ, ഇഷ യോഗ സെൻറ്റർ. ആദ്യയോഗി എന്നും പറയാറുണ്ട്. ഇത് യോഗാചാര്യനായ ശ്രീ സദ്ഗുരുവിൻ്റെ നിർമ്മിതിയാണ്. ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു സേവ് സോയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ പോലെയാണ് കേട്ടോ, ഒരു ആക്ടിവിറ്റി പോലെ ഇവർ ചെയ്യുവാണിത്. നമുക്കും വേണമെങ്കിൽ പങ്കെടുക്കാം. ഈ സ്റ്റാച്ചു നോക്കി അതൊരു കാമായിട്ടായിരിക്കുന്നത്. നോക്കി ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. ഇനി നെക്സ്റ്റ് ലേസർ ഷോയാണ്. ഈ ലേസർ ഷോ കഴിഞ്ഞ് നമ്മൾ തിരികെ പോകുന്നു. ഇത് Day 2 ആണ്. Day 2 ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ റീൽ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ഒന്നും നടന്നില്ല, അതാണ് സത്യം. ശേഷം നമ്മളൊരു പർച്ചേസ് ചെയ്യാം എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ടൈം പോയി. ഞങ്ങൾ പിന്നെ വെച്ചു ഫുഡെങ്കിലും കഴിപ്പ് നടക്കട്ടെ. 1:30 ആയി കേട്ടോ. അങ്ങനെ പിന്നെ ഒരു കനകധാര എന്നാണ് നമ്മൾ ഈ വന്നിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇത് ചെന്നൈ സിൽക്സിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആണ് വരുന്നത്. നല്ല വെജ് മീൽസും ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല പൊന്നി റൈസിൽ നല്ല ക്യാബേജ് തോരനും അതേപോലെ തന്നെ പപ്പടം, സാമ്പാർ, മസാലക്കറി, അങ്ങനെ എന്തൊക്കെയോ രസം. നല്ല ഫുഡായിരുന്നു കേട്ടോ. അഫോർഡബിൾ പ്രൈസ് നോക്കിയേ. അത് കഴിഞ്ഞ് കുറേ പിന്നെയും അലഞ്ഞു കേട്ടോ. പക്ഷേ വിചാരിച്ച രീതിയിലൊന്നും നടന്നില്ല. ലാസ്റ്റ് ഒരു മാള് കണ്ടു. നല്ല വലിയ മാളാണ്. അപ്പോൾ നമ്മൾ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെ തിരികെ അങ്ങനെ നാട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ മാളിൽ കയറി. ഭയങ്കര തിരക്കാണ് ഇവിടെ. എന്താ പറയുക, ഇത് basement 3 എങ്ങാണ്ടാണ് നമ്മൾക്ക് പാർക്കിംഗ് ഒക്കെ റെഡി ആയത് കിട്ടിയത്. അങ്ങനെ അവിടെ നമ്മൾ എലിവേറ്ററിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവർ തിന്നാൻ വേണ്ടി മാത്രമാണോ കോയമ്പത്തൂർക്ക് പോയെന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇത് എത്തിപ്പെടുന്നത് എന്ത് ചെയ്യാൻ പറ്റും. ശേഷം നമ്മൾ ഐബാക്കിൽ പോയിട്ട് 2 സ്കൂപ്പ് ഐസ്ക്രീംസും വാങ്ങിച്ചു. അതങ്ങനെ കഴിച്ചിരുന്നു. കോഫിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ പിന്നെ സമയമായപ്പോഴത്തേക്കും പിന്നെ നാട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും ഈ പോക്കിൽ നടന്നില്ല. ഇനി അടുത്ത വരവിലാക്കാമെന്ന് കരുതി ഞങ്ങൾ ടാറ്റ ബൈ ബൈ സീ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പം ഓക്കെ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.